അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ വന്ന ഒടുവിൽ സ്വന്തം നാണക്കേട് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടേണ്ടി വന്ന പാകിസ്ഥാന്റെ കഥയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ മീറ്റിംഗിൽ വെച്ച് ഇന്ത്യ പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ പിച്ച് ചീന്തിയിരിക്കുകയാണ്. പാകിസ്ഥാൻ സ്വന്തം രാജ്യത്തെ ഭീകരവാദികളെ മറയ്ക്കാൻ വേണ്ടി പുതിയതായിട്ട് ഇറക്കിയ ഫിത്ന അൽ ഹിന്ദുസ്ഥാൻ എന്ന പ്രൊപ്പഗാൻഡയെ ഇന്ത്യൻ അംബാസിഡർ പരസ്യമായിട്ട് പൊളിച്ചടുക്കി. പാകിസ്ഥാൻ എന്നത് വിദ്വേഷം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയാണ് എന്നാണ് ഇന്ത്യ ആഞ്ഞടിച്ചത്. എന്താണ് ഈ ഫിത്ന അൽ ഹിന്ദുസ്ഥാൻ? അഫ്ഗാനിസ്ഥാനിലെ നിരപരാധികളെ കൊന്നൊടുക്കുന്ന പാക് സൈന്യത്തിന്റെ തനി നിറം ഇന്ത്യ എങ്ങനെയാണ് ലോകത്തിന് മുന്നിൽ തുറന്നു കാണിച്ചത് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു സംഭവം എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായിട്ട് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലും മറ്റ് അതിർത്തികളിലും ആഭ്യന്തര കലാപങ്ങളും ഭീകരാക്രമണങ്ങളും രൂക്ഷമാണ്. ഇതിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ പാക് ഗവൺമെന്റ് ഒരു വഴി കണ്ടെത്തി. തങ്ങളുടെ രാജ്യത്തുള്ള എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകളെയും അവർ ഫിത്ന അൽ ഹിന്ദുസ്ഥാൻ എന്ന് വിളിക്കാൻ ഗവൺമെന്റ് ഏജൻസികൾക്ക് ഒഫീഷ്യൽ നോട്ടീസ് നൽകി. അതായത് ഈ ഗ്രൂപ്പുകളെല്ലാം ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് എന്ന് വരുത്തി തീർക്കുക. യാതൊരു തെളിവുമില്ലാതെ മതപരമായ വാക്കുകൾ ഉപയോഗിച്ച് പാകിസ്ഥാൻ നടത്തുന്ന ഈ കള്ളക്കളിക്കാണ് ഇന്ത്യ ഇപ്പോൾ UN-ൽ വെച്ച് 8ന്റെ പണി കൊടുത്തത് എന്ന് പറയണം. UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായ അംബാസിഡർ പർവതനേനി ഹരീഷ് ശക്തമായ ഭാഷയിലാണ് ഇതിനോട് പ്രതികരിച്ചത്. ഇന്ത്യൻ അംബാസിഡർ ഹരീഷ് മുഖത്തടിച്ചതുപോലെ പറഞ്ഞത് ഇങ്ങനെയാണ്: സ്വന്തം അതിർത്തിക്കുള്ളിലെ തീവ്രവാദ ഗ്രൂപ്പുകളെ ഫിത്ന അൽ ഹിന്ദുസ്ഥാൻ എന്ന് വിളിക്കാൻ ഗവൺമെന്റ് നോട്ടീസ് ഇറക്കുന്നത് മതത്തിന്റെ പേരിൽ പാകിസ്ഥാൻ നടത്തുന്ന ഔദ്യോഗിക വ്യാജ പ്രചാരണം മാത്രമാണ്. പാകിസ്ഥാന്റെ ഡീപ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അവിടുത്തെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ് നടത്തുന്ന ഒരു വിദ്വേഷ ഫാക്ടറിയുടെ ഫലമാണിത്. സ്വന്തം രാജ്യത്തെ തകർന്ന സാമ്പത്തികാവസ്ഥയിൽ നിന്നും രാഷ്ട്രീയ പ്രതിസന്ധികളിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും ജനങ്ങളെ എപ്പോഴും ഇന്ത്യയോട് ശത്രുതയിൽ നിർത്താനും വേണ്ടിയാണ് പാകിസ്ഥാൻ മിലിറ്ററി ഈ നാടകം കളിക്കുന്നത്. സ്വന്തം പരാജയങ്ങൾക്ക് അയൽക്കാരെ കുറ്റം പറയുന്ന പാകിസ്ഥാന്റെ ഈ പഴയ ശീലം ഇനി ലോകത്തിന് മുന്നിൽ വില പോകില്ല എന്നും ഇന്ത്യ വ്യക്തമാക്കി. പാകിസ്ഥാനിലെ ജനാധിപത്യം എത്രത്തോളം പരാജയമാണ് എന്ന് ഇന്ത്യ UN-ൽ കൃത്യമായി ചൂണ്ടിക്കാണിച്ചു. കഴിഞ്ഞ വർഷം പാകിസ്ഥാൻ പാർലമെന്റ് പാസാക്കിയ 27 ഭരണഘടനാ ഭേദഗതിയിലൂടെ അവിടെ ഒരു ഡിഫാക്ടോ മിലിറ്ററി കൂപ്പ്, അതായത് അപ്രഖ്യാപിത പട്ടാള അട്ടിമറിയാണ് നടന്നതെന്ന് ഇന്ത്യ തുറന്നടിച്ചു. ഈ നിയമത്തിലൂടെ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്ന പുതിയ പദവി ഉണ്ടാക്കി ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ 5 വർഷത്തേക്ക് പ്രതിഷ്ഠിച്ചു. ചുരുക്കത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെന്റിന് അവിടെ ഒരു വിലയുമില്ല. ഭരണം മുഴുവൻ പട്ടാളത്തിന്റെ കൈകളിലാണ്. ഈ അധികാരം നിലനിർത്താനാണ് അവർ ഇന്ത്യയെ എപ്പോഴും ശത്രുവായിട്ട് ചിത്രീകരിക്കുന്നതെന്ന് ഇന്ത്യ തുറന്നു പറഞ്ഞു. ഇനിയാണ് ഈ ഒരു പ്രസംഗത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഭാഗം. അഫ്ഗാനിസ്ഥാനിലെ നിരപരാധികളായ ജനങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ നടത്തുന്ന വ്യോമാക്രമണങ്ങളെ ഇന്ത്യ കടുത്ത ഭാഷയിൽ അപലപിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പ്രകാരം 2026-ന്റെ ആദ്യ 3 മാസങ്ങളിൽ മാത്രം പാക് സൈന്യം നടത്തിയ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ 750-ലധികം അഫ്ഗാൻ പൗരന്മാരാണ് കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ പരിക്കേൽക്കുകയോ ചെയ്തത്. ഇന്ത്യൻ അംബാസിഡർ പറഞ്ഞ ഒരു വരിയുണ്ട്: ഒരു കൂട്ടക്കൊലയെ സൈനിക ഓപ്പറേഷൻ എന്ന് വിളിച്ചതുകൊണ്ട് മാത്രം കുറ്റവാളി അല്ലാതാകുന്നില്ല. സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നതും അനാഥരാക്കുന്നതും ഒരിക്കലും തീവ്രവാദ വിരുദ്ധ പോരാട്ടമല്ല. വിശുദ്ധ റമദാൻ മാസത്തിൽ പോലും കാബൂളിലെ ഒമിദ് അഡിക്ഷൻ ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റലിന് നേരെ പാകിസ്ഥാൻ ക്രൂരമായ വ്യോമാക്രമണം നടത്തി 269 നിരപരാധികളെ കൊന്നൊടുക്കി. ഒരു വശത്ത് അന്താരാഷ്ട്ര നിയമങ്ങളെക്കുറിച്ചും ഇസ്ലാമിക ഐക്യദാർഢ്യത്തെക്കുറിച്ചും പ്രസംഗിക്കുകയും മറുവശത്ത് നിരപരാധികളെ ബോംബിട്ട് കൊല്ലുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് ഇന്ത്യ ലോകത്തിന് മുന്നിൽ കൃത്യമായി തുറന്നുകാട്ടി. സ്വന്തം രാജ്യത്തെ തീവ്രവാദികളെയും സാമ്പത്തിക തകർച്ചയും നിയന്ത്രിക്കാൻ കഴിയാത്ത പാകിസ്ഥാൻ ഇന്ത്യയുടെ പേര് പറഞ്ഞ് ലോകത്തെ പറ്റിക്കാൻ നോക്കിയപ്പോൾ ഇന്ത്യ കൊടുത്തത് അർഹിച്ച മറുപടി തന്നെയാണ്. വിദ്വേഷം വിതച്ച അധികാരം നിലനിർത്താൻ നോക്കുന്ന പാക് മിലിറ്ററിയുടെ തന്ത്രങ്ങൾ ഇനി ആഗോളതലത്തിൽ നടക്കില്ല എന്ന് ഇന്ത്യ വീണ്ടും തെളിയിച്ചു കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.